യഥാർത്ഥത്തിൽ മേയർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൗൺസിലിനകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ മേയർ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണാഘോഷിക്കുന്നതിൻ്റെ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ ചട്ടങ്ങൾ തന്നെ പറയുന്നത് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഡൊണേഷൻസോ അല്ലെങ്കിൽ അവിടെ നിന്ന് സംഭാവനകളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ചില തുണിക്കടകളിൽ നിന്നും അതുപോലെ തന്നെ ചില മാളുകളിൽ നിന്നുമൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. വാങ്ങിക്കൂട്ടുക മാത്രമല്ല, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കും ജീവനക്കാർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. കുറേ ഭാഗം കൗൺസിലർമാരായിട്ടുള്ള BJPയുടെ കൗൺസിലർമാരായിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ വഴി തുറന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിനകത്ത് PM കെയർ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ വന്നതിൻ്റെ തുക 2500 കോടി രൂപയും ചിലവാക്കിയത് 100-ൽ താഴെ കോടി രൂപയുടെ ചിലവാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതേ മോഡലിൽ തന്നെ ഈ മേയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങി ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വലിയ തരത്തിലുള്ള തട്ടുകട ഒഴിപ്പിക്കുകയും അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മേയറുടെ പദവി ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പറയുന്ന സംഭാവനകളും സമ്മാനങ്ങളും കൈപ്പറ്റിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇങ്ങനെ സാധാരണ ഒരു മേയർ കെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിനകത്ത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയെല്ലാം ഒരു റിലീഫ് ആക്ടിവിറ്റീസിനൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പണമായിട്ടും സംഭാവനയായിട്ടും സമ്മാനമായിട്ട് വാങ്ങിക്കൂട്ടിയിട്ട് കോർപ്പറേഷനകത്ത് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? ഇതൊരു ഈ പറയുന്ന കണക്ക് ഇങ്ങനെ സംഭാവനകൾ വാങ്ങിയിട്ടുള്ള ലക്ഷങ്ങൾ പണം മുടക്കിയിട്ട് സംഭാവനകൾ തന്നിരുന്ന ആളുകൾക്ക് നാളെ ഒരു കാലത്ത് ഔദാര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തരത്തിലേക്കാണ് കോർപ്പറേഷൻ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മേയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു വലിയ ധൂർത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ മറയിൽ ഇവിടെ നിന്ന് പല സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ പിരിച്ച് എടുക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഒരു അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി, ഇത് എവിടെ നിന്ന് എത്ര സ്ഥാപനങ്ങളിൽ നിന്ന് എത്ര സാധനങ്ങൾ വന്നു, എങ്ങനെ കൊടുത്തു, ഇത് ആർക്ക് കൊടുത്തു എന്നുള്ളതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അല്ലാതെ ഇത് ഇഷ്ടമുള്ളതുപോലെ ഒരു മേയറിൻ്റെ പദവി ഉപയോഗപ്പെടുത്തിയിട്ട് എവിടെ വേണമെങ്കിലും പോയി ചോദിച്ചാൽ അവർ പൈസ കൊടുക്കും. കാര്യം മേയർ എന്നുള്ളൊരു പദവിയും ഇതിന് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭീഷണിപ്പെടുത്തൽ കൂടിയാണ്. ഇങ്ങനെ ചില കടകളെല്ലാം ഒഴിപ്പിക്കുക, ചില അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനൊക്കെ ചെന്ന് പിടിക്കുക, നേരിട്ട് പിടിച്ചതിന് ശേഷം വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അൺഅക്കൗണ്ടഡായിട്ട് വാങ്ങി കോർപ്പറേഷന് കൊണ്ടുവന്ന് ദൂർത്തടിക്കുക എന്നുള്ളതാണ്. ഇതിന് പിറകിൽ വലിയൊരു അഴിമതിയാണ് വന്നിട്ടുള്ളത്. ഈ അഴിമതിയെ സംബന്ധിച്ച് ഗവൺമെൻറ് ഇടപെടണം. ആ ഗവൺമെൻറ് ഇടപെട്ടതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും ഇതുമാതിരിയുള്ള മേയർ കെയർ എന്ന് പറയുന്ന തരത്തിലേക്ക് നാട്ടുകാരെ കൊള്ളയടിക്കുന്ന ഈ രീതിക്കെതിരായിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ കാര്യത്തിനകത്ത് തുറന്നു വരേണ്ടതായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഉന്നയിക്കും. സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് മേയർ നേതൃത്വം കൊടുക്കുന്നത്. മേയറുടെ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് മേയർക്ക് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സംഭാവനകൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഡൊണേഷൻസ് കളക്ട് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ടുള്ള എന്ത് അധികാരമാണുള്ളത്? ഇത് ഈ ഔദ്യോഗികമായിട്ടുള്ള നിയമപരമായിട്ട് ഇത് ആ പദവിയെ തന്നെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. മേയർ പദവി എന്ന് പറയുന്നത് തന്നെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലേക്ക് അതിന് വേണ്ടിയിട്ട് മേയർ കെയർ എന്നുള്ള പേര് കൊടുത്ത് നാട്ടിൽ നടക്കുന്ന ചില വേണ്ടാത്ത സാമ്പത്തിക സ്ഥിതിഗതികളൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ അതിൻ്റെ അതേ മോഡലിൽ തന്നെ PM കെയർ എന്ന് പറയുന്ന മോഡലിൽ തന്നെ ഇവിടെ ഇപ്പം മേയറുടെ പേരിലൊരു കെയർ തുടങ്ങിയിട്ട് വലിയ തട്ടിപ്പ് നടത്തുകയാണ് നാട്ടിൽ.